ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു അടിപൊളി റമദാൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം. എഗ് ബോക്സ് അല്ലെങ്കിൽ മുട്ടപ്പെട്ടി എന്നാണ് ഇതിന് പറയുക. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 2 വലിയ സവാള അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശക്കുള്ള ബാറ്റർ റെഡിയാക്കാം. 1.5 കപ്പ് മൈദയാണ് അതിനായിട്ട് വേണ്ടത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു മുട്ട, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇത് വെച്ച് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ച ദോശ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മസാല ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പുഴുങ്ങിയ മുട്ടയുടെ പകുതി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മടക്കി ബോക്സ് പോലെ ആക്കുക. ഇനി ഇത് ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിൽ മുക്കി കൊടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ മുഴുവനായിട്ടും അതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ബ്രെഡ് കൊണ്ടുള്ള കോട്ടിങ് ആയത് കാരണം പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വേഗത്തിൽ തന്നെ മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ എഗ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കമൻറ്റ് ചെയ്യുക.